അല്ല എന്തായി മോളെ? ദേ സത്യയുടെ അച്ഛൻ വന്നിരുന്നു. സത്യയുടെ അച്ഛൻ. മോളെ സത്യയുടെ അച്ഛനാണോ അത്? അതെ അച്ഛാ. മൊമെന്റോ വാങ്ങിച്ചോണ്ടാ പോയത്. ശാരദാമ്മേ, ഒരു സർപ്രൈസ് ഉണ്ട്. ഇപ്പൊ കാണിച്ചു തരാവേ. ദേ കണ്ട, ഇത് എനിക്ക് കിട്ടിയ മൊമെന്റോയാ. ആഹാ, കൊള്ളാലോ. അമ്മ വന്നില്ലേ ശാരദാമ്മേ? ഇല്ല മോളെ, ഓഫീസിൽ തിരക്കുണ്ടാവും. ഷോ, അച്ഛൻ പോവാൻ ധൃതി കൂട്ടുവാ. അമ്മ വന്നിരുന്നെങ്കിൽ അച്ഛനും അമ്മയും കൂടെ ഒരുമിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ എനിക്ക് എടുക്കായിരുന്നു. ഇനി ആരെങ്കിലും ഒക്കെ അച്ഛനില്ലാത്ത കൊച്ചെന്ന് പറഞ്ഞ് കളിയാക്കുമ്പോ എനിക്ക് അവർക്ക് കാണിച്ചു കൊടുക്കാലോ, ഇതെന്റെ അച്ഛൻ, ഇതെന്റെ അമ്മ എന്ന്. മോളെ, അതൊക്കെ പിന്നെ ഒരു ദിവസമാകാം. ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. ഇനിയും താമസിച്ച അച്ഛൻ ഓഫീസിൽ അച്ഛൻ്റെ പൊന്നു മോളല്ലേ, അച്ഛൻ പോയിട്ട് വരാം. ശരിയാ, തിരക്കുണ്ടെങ്കിൽ അച്ഛൻ പോയിട്ട് വരട്ടെ മോളെ. അച്ഛൻ ഇനിയും വരുമല്ലോ, അപ്പൊ അമ്മയുടെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാം. അതല്ല, കുറച്ചു നേരം കൂടി നിക്കച്ചാ. അമ്മ ഇപ്പൊ വരും, എന്തായാലും അച്ഛൻ വന്നതല്ലേ. നമുക്ക് 3 പേർക്കും കൂടി ഒന്ന് പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്ന് കറങ്ങിട്ടൊക്കെ പോവാ അച്ഛാ. സത്യമോളുടെ കുറെ നാളത്തെ ആഗ്രഹങ്ങളാ അതൊക്കെ. അച്ഛൻ വന്നിട്ട് ഓരോന്നോരോന്നായി ചെയ്യാന്ന് വെച്ചിരിക്കുകയായിരുന്നു. മോളെയും കൊണ്ട് പുറത്തു പോകണമെന്നും റെസ്റ്റോറൻറ്റിൽ പോയിരുന്നു ഭക്ഷണം കഴിക്കണമെന്നൊക്കെ അച്ഛന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇതിപ്പോ ഒന്നും സാധിക്കുന്നില്ലല്ലോ അച്ഛൻ്റെ ഈ തിരക്ക് കാരണം. കുറച്ച് ദിവസത്തേക്ക് അച്ഛൻ ലീവ് ചോദിക്കുന്നുണ്ട് കമ്പനിയിൽ നിന്ന്. എന്നിട്ട് ഒരാഴ്ച ഇവിടെ വന്ന് നിന്നിട്ട് സത്യമോള് പറഞ്ഞതുപോലെ എല്ലാ സ്ഥലത്തും നമ്മൾ പോവും. പാർക്കില്, ബീച്ചില്, വെള്ളച്ചാട്ടം കാണാൻ പോണം, പിന്നെ സൂയിലും. അതെ, വെള്ളച്ചാട്ടം, സൂയില്, അങ്ങനെ കറങ്ങാവുന്ന സകലമാന സ്ഥലത്തും നമ്മൾ പോവും. പക്ഷെ അത് അടുത്ത പ്രാവശ്യം എടുക്കുന്ന ഒരു ലോങ് ലീവിലെ പറ്റൂ.
സത്യമാണോ ഈ പറയുന്നതൊക്കെ? പിന്നെ സത്യമല്ലാതെ ഇപ്പൊ തന്നെ ദേ അച്ഛൻ വരുമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ വന്നില്ലേ? അതുപോലെ അന്നും വരും. ഇത്രയും നാൾ അവള് ജീവിച്ചതും അവന്റെ കൂടെ ആയിരിക്കും. അവന് മനസ്സിൽ കുടിയിരുത്തിക്കൊണ്ടായിരുന്നു വിഷ്ണുവിനോട് കാണിച്ച സ്നേഹവും പ്രേമവും ആത്മാർത്ഥതയും എല്ലാം അവള് വഞ്ചിക്കുകയായിരുന്നു, ചതിക്കുകയായിരുന്നു. ഇവൾക്കിത് എങ്ങനെ എന്നോട് കാണിക്കാൻ തോന്നി? ശാലിനി അറിയാതെ ഒരിക്കലും അവൻ അവിടെ വരില്ല. ദൈവമായിട്ടാ ഇവനെ ഇപ്പൊ കൺമുമ്പിൽ കൊണ്ട് കാണിച്ചു തന്നത്. ഇല്ലെങ്കിൽ സ്നേഹം നടിച്ചുള്ള അവളുടെ ചതിക്ക് മുമ്പില് എന്റെ മകൻ പെട്ടുപോയേനെ. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടിയിരിക്കുന്നു. ഒരുപാട് കള്ളത്തരങ്ങൾ അവൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട്. എന്ത് ന്യായീകരണം പറഞ്ഞാലും പൊറുക്കാനാവാത്ത തെറ്റാ. സത്യയുടെ അച്ഛൻ ആരാണെന്നുള്ള ചോദ്യത്തിന് അവള് തന്നെ ഒടുവിൽ ഉത്തരം കാണിച്ചു തന്നിരിക്കുന്നു. അവൾ ഇത്രയും നാളും പറഞ്ഞതെല്ലാം പച്ച കള്ളമാണ്. യഥാർത്ഥ സത്യങ്ങൾ മറനീക്കി ഈശ്വരൻ തന്നെ കാണിച്ചു തന്നിരിക്കുന്നു. ഇവനെ കല്യാണം കഴിച്ച് ഡൽഹിയിൽ താമസിച്ചിട്ടാ ഇവിടെ എന്റെ മകനെ കൂടെ കൂട്ടാൻ ഇവള് ഓടി നടന്നത്. സത്യം എന്റെ വീട്ടിലെ ചോരയാണെന്ന് വരെ അവള് പറഞ്ഞില്ലേ? ശാരദാമ്മയ്ക്ക് സത്യങ്ങളെല്ലാം അറിയാം. ഇത്രയും ചതിയും വഞ്ചനയും ഇവരുടെയൊക്കെ ഉള്ളിലുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ. മോളകത്തു പോയി വല്ലതും കഴിക്ക്. അച്ഛന് പോവുകയും ചെയ്യാലോ. അച്ഛനെ കണ്ട് കൊതി തീർന്നില്ല ശാരദാമ്മേ. നമുക്ക് 1-2 സെൽഫി എടുക്കാം അച്ഛാ. അതിനെന്ത്, എടുക്കാലോ. പക്ഷേ സെൽഫി എടുത്തു കഴിഞ്ഞ് അച്ഛനെ പോകാൻ അനുവദിക്കണം. നാളെ പോവാ അച്ഛാ. ഇന്നെനിക്ക് അച്ഛന്റെ അമ്മയുടെ ഒപ്പം കിടക്കണം, കഥകൾ പറയണം, അച്ഛൻ പറയണ കഥകൾ കേൾക്കണം, എന്നിട്ട് സത്യമോക്ക് ഉറങ്ങണം. എന്റെ മോളെ, നിന്റെ മനസ്സിൽ നീ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്ന ആഗ്രഹങ്ങൾ കാണുമ്പോ ഇടനെഞ്ച് പൊട്ടുക. ഒരച്ഛന്റെ സ്നേഹം ഇത്രത്തോളം ആഗ്രഹിക്കുന്ന ഒരു മകളും വേറെ ഉണ്ടാവില്ല. നിന്നെ ഇങ്ങനെ വീട്ടുവേഷം കെട്ടി കബളിപ്പിക്കുന്നതിന് ഈ അമ്മയോട് പൊറുക്കണം മോളെ. അമ്മയുടെ നിവൃത്തികേട് കൊണ്ടാ. എന്താ അച്ഛാ ആലോചിക്കുന്നേ? മോളെ ഫോണിങ്ങിതാ, നമുക്ക് സെൽഫി എടുക്കാം. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടോ? നന്നായിട്ടുണ്ട്, നന്നായിട്ടുണ്ട് അച്ഛാ. ആ ദേ, അച്ഛൻ വാക്ക് പാലിച്ചു. ഇനി സത്യമോള് വാക്ക് പാലിക്കണം. നാളെ പോയാ പോരെ അച്ഛാ? പറ്റില്ല മോളെ. അച്ഛൻ പറഞ്ഞില്ലേ, അടുത്ത ലീവിന് വരുമ്പോ അച്ഛൻ സത്യമോളോടൊപ്പം ഒരാഴ്ച നിൽക്കാം. ആ ഒരാഴ്ചയും നമ്മൾ ടൂറിലായിരിക്കും. അമ്മയും കൂട്ടാം. ആഹാ, അപ്പൊ എന്നെ കൊണ്ടുപോകൂല? ശാരദാമ്മയും പോന്നോട്ടെ അച്ഛാ, പാവമല്ലേ? ആ ഓക്കെ, എങ്കിൽ ശാരദാമ്മയും കൂട്ടാം. പക്ഷേ ഇപ്പൊ എന്റെ മോള് നല്ല കുട്ടിയായിട്ട് അകത്ത് പോണം. അച്ഛൻ പോയിട്ട് ഞാൻ പൊക്കോളാം. അത് വേണ്ട, മോള് പോ. മോളെ കണ്ടുകൊണ്ട് പോയാ അച്ഛന് സങ്കടമാവും. അതുകൊണ്ട് ചെല്ല. ശരി, എന്നാ സത്യമോക്കൊരു ഉമ്മതാ. മോളെ, മാപ്പ്. ഈ കുരുന്ന് മനസ്സിനെ ഇങ്ങനെ വേദനിപ്പിക്കുന്നതിന്. അച്ഛൻ കരയുവാണോ? ഇല്ല, അത് എന്തോ പൊടി പോയതാ. കണ്ണിൽ ഊതി തരണോ അച്ഛാ? വേണ്ട, മോള് പൊയ്ക്കോ. ഈ കണ്ണുനീരിൽ അത് പറ്റുള്ളൂ. ആ, ഒരാഴ്ച ലീവ് എടുത്ത് വരണേ. ഡെഫിനറ്റ് ആയിട്ട് വരും. ഡൺ.
വിളിക്കണം കേട്ടോ അച്ഛാ. വിളിക്കാം മോളെ. വേഗം ഡ്രസ്സ് മാറും മോളെ. സത്യയുടെ അച്ഛൻ വന്ന് വിവരം അറിഞ്ഞ ഏതു നിമിഷം അവരിങ്ങെത്തും. അതൊക്കെ എനിക്കും അറിയാം അമ്മേ. പക്ഷെ സത്യം മാറാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ആ പിന്നെ സത്യാമ്മയും വിഷ്ണുവും വന്നാ നീ തർക്കിക്കാനൊന്നും നിൽക്കല്ലേ. നടന്ന കാര്യം അങ്ങ് പറഞ്ഞാൽ മതി. സത്യയുടെ നിർബന്ധത്തിന് വഴങ്ങി ചെയ്തതാണെന്ന് അങ്ങ് പറഞ്ഞാൽ മതി. ഇങ്ങനെ ഒരു അച്ഛൻ ഭൂമിയിൽ ഒരിടത്തും ഇല്ലെന്ന് വ്യക്തമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും വേണം. അമ്മ, ഒരാഴ്ചത്തെ ലീവ് എടുത്ത് അച്ഛൻ വരുന്ന പ്രതീക്ഷയിൽ നിൽക്കുക സത്യമോള്. പക്ഷെ ആ മുഖത്ത് നോക്കി ഇനി ഈ വേഷം കെട്ടാൻ എന്നെ കൊണ്ട് പറ്റില്ലമ്മ. ആ കുരുന്ന മനസ്സിനെ ചതിക്കാൻ എന്നെ കൊണ്ടിനി പറ്റില്ല. എടി, നീ ഇപ്പൊ അതും ഇതും ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കാതെ വരുന്നതൊക്കെ വരും പോലെ വരട്ടെ. നീ പോയി വേഷം മാറാൻ നോക്ക്. ചെല്ല്. വിവരം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിവിടെ എത്തും. സത്യാവസ്ഥ എന്താണെന്നറിയാൻ. വിഷ്ണുട്ടാ, ഇനി എന്തിനാ അങ്ങനെ വിളിച്ചെന്നെ അപമാനിക്കുന്നേ? മനസ്സിലായില്ല. ഞാനിപ്പോ പറയുന്നത് പോലും തനിക്ക് മനസ്സിലാവുന്നില്ലല്ലേ? നേരത്തെ എന്റെ ഒരു നോട്ടം മതിയായിരുന്നു തനിക്കെന്നെ മനസ്സിലാക്കാൻ. ഞാൻ എന്തൊക്കെ പറയൂന്നറിയാൻ. മനസ്സുകൾ തമ്മിൽ അകലുമ്പോ സ്വാഭാവികമായിട്ട് സംഭവിക്കാവുന്ന കാര്യ. പ്രത്യേകിച്ചും ഇഷ്ടമുള്ളവരൊക്കെ അടുത്തെത്തിയിട്ടുണ്ടല്ലോ. വിഷ്ണുട്ടൻ എന്തൊക്കെയോ മനസ്സിൽ. അപ്പൊ ഞാൻ സംസാരിക്കണോ കുറ്റം? ഞാൻ കണ്ടതും കേട്ടോന്നും സത്യമല്ല, കുറ്റമല്ല അല്ലേ? മോനെ, എന്താ ഉണ്ടായത്? ഉണ്ടായതല്ല, ഇവിടെ അല്ലേ? സത്യക്കൊപ്പം സ്കൂളിൽ വന്നതാരാ? അതെനിക്കറിയണം. അതാണോ സത്യയുടെ അച്ഛൻ? അപ്പൊ അതാണ് കാര്യം. സത്യയുടെ അച്ഛനാണോ സത്യയുടെ കൂടെ കണ്ടതെന്ന് അറിയണം. ആ സംശയത്തിന്റെ പേരിലാ ഈ കുത്തുവാക്കുകളും കുറ്റപ്പെടുത്തലും ഒക്കെ. ശാലിനി, എനിക്ക് എന്നെ മാത്രമല്ല എന്റെ ചുറ്റുമുള്ളവരെയും ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത എനിക്കുണ്ട്. വിഷ്ണുട്ട, ഞാൻ അതിനൊന്ന് പറഞ്ഞു. മോളെ, നീ എന്തിനാ ഈ ആവശ്യമില്ലാത്തൊക്കെ സംസാരിച്ച് സമാധാനം കളയുന്നത്? നടന്ന എന്താന്ന് വെച്ചാൽ വിഷ്ണുവിനോട് തുറന്നു പറയേ. അവനും അറിയട്ടെ. എന്നായാലും ഇതെല്ലാം വിഷ്ണു അറിയേണ്ടതല്ലേ? പരസ്പരം മനസ്സിലാക്കുന്നവര് ഇങ്ങനെ തെറ്റിദ്ധരിച്ച് സംസാരിക്കില്ലമ്മേ. ഇത് തെറ്റിദ്ധാരണയാണോ? ഇത് തെറ്റിദ്ധാരണയാണോ? ഞാൻ എന്റെ കൺമുന്നിൽ കണ്ടല്ലേ? അത് ആരാണെന്നേ ഞാൻ ചോദിച്ചുള്ളൂ. കഷ്ടം. ഇത്രയും നാളും ഒരേ മനസ്സും ഒരേ ഹൃദയമാണെന്ന് പറഞ്ഞു നടന്നു. ഒരു അന്യാണിന്റെ നിഴൽവെട്ടം കണ്ടപ്പോ മനസ്സും തകർന്നു, ഹൃദയവും തകർന്നു അല്ലേ? ഞാൻ വിഷ്ണുവേട്ടനെന്നെ അപ്പോഴും ഇപ്പോഴും വിളിക്കും. കാരണം അന്നും ഇന്നും എന്റെ മനസ്സിൽ എന്റെ വിഷ്ണുവേട്ടൻ മാത്രമേ ഉള്ളൂ. നീ കള്ളോ പറയുന്നേ? കൊള്ളത്തിലോ പറയുന്നേ? വാക്കുകൾ കൊണ്ട് ആളെ അളക്കുക. വിഷ്ണുവേട്ട, ഇല്ലെങ്കിൽ ഞാൻ ചോദിച്ചുള്ള ഉത്തരം നീ തരും. അതോ
ആ വന്നവൻ എനിക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി വല്ല നട്ടാകുരുക്കാത്ത കള്ളം ആലോചിക്കും നീ. വിഷ്ണുട്ടാ, എന്നെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് വല്ലാതങ്ങ് മനസ്സിലാക്കി കളഞ്ഞല്ലോ. സന്തോഷമുണ്ട്. ഇനി ആ വന്നത് ആരാണെന്ന് അറിയണം അല്ലേ? സത്യയുടെ ഒപ്പം വന്നത് ആരാണെന്ന് വിഷ്ണുവേട്ടൻ അറിയണം അല്ലേ? അറിയണം. എന്റെ വിഷ്ണുവേട്ട, അത് ഞാൻ അമ്മേ പറഞ്ഞു കൊടുക്ക അതെന്റെ അച്ഛനാണെന്ന്. പറയമ്മ അതെന്റെ അച്ഛനാണെന്ന്. എന്റെ ബിഗ് ഫ്രണ്ടേ, അതാ എന്റെ അച്ഛൻ. ഭയങ്കര ജോലി തിരക്കുള്ള ആളാ. അതുകൊണ്ട് അങ്ങനെ ഇങ്ങനെയൊന്നും കാണാൻ പറ്റില്ല. ഫോൺ വിളിക്കും, എന്നെയും വിളിക്കും, അമ്മയും വിളിക്കും. അമ്മയെ വിളിക്കില്ലേ അമ്മേ? പറ അമ്മ, അമ്മയെ വിളിക്കില്ലേ? പറ അമ്മേ. കണ്ടോ ബിഗ് ഫ്രണ്ട്, അമ്മയെ വിളിക്കുമെന്ന്. അച്ഛൻ പോയോ ശാരദാമ്മേ? ഇല്ലെങ്കിൽ ബിഗ് ഫ്രണ്ടിനെ പരിചയപ്പെടുത്തി കൊടുക്കായിരുന്നു. മോളെ, അത് മോളിങ് വന്നേ. ശാരദാമ്മ ഒരു കാര്യം പറയട്ടെ. എന്താ ശാരദാമ്മേ? അത് മൂക്ക് ശാരദാമ്മ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അത് കുടിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. വാ. ബിഗ് ഫ്രണ്ട്, പിന്നെ കാണാൻ കേട്ടോ. അടുത്ത തവണ വരുമ്പോ ഞാൻ എന്റെ അച്ഛനെ പരിചയപ്പെടുത്തി തരാവേ. അത് മോളിങ് വന്നേ. വാ. വിഷ്ണുവേട്ടാ, ഇതെന്താന്ന് വെച്ചാൽ സത്യമോള് മിണ്ടരുത് നീ എന്നോട്. എനിക്ക് മനസ്സിലാവുന്നുണ്ടടി, എന്തൊക്കെയോ കള്ളത്തരങ്ങൾ പറഞ്ഞ് നീ എന്നെ ചതിക്കായിരുന്നു അല്ലേ? ഈ കാണിക്കുന്ന സ്നേഹവും കരുതലും എല്ലാം ഒരുതരം അഭിനയ. എന്റെ വിഷ്ണുവേട്ട, അത് അങ്ങനെയല്ല. ഞാൻ പറയട്ടെ. സത്യം പറഞ്ഞല്ലോ, അമ്മയും വിളിക്കാറുണ്ടെന്ന്. എങ്ങനെ തോന്നടി നിനക്ക് എന്നോട് ഇങ്ങനെ ചെയ്യാൻ? അല്ലത് ഞാൻ പറയട്ടെ വിഷ്ണുവേട്ട. ഞാൻ മോനെ, എന്തൊക്കെയാ മോനെ നീ പറയുന്നത്? ഇതിന്റെ സത്യാവസ്ഥ എന്താന്ന് മനസ്സിലാക്കുമ്പോ എനിക്കിനി ഒന്നും അറിയണ്ട. എനിക്കറിയേണ്ടതെല്ലാം ഞാൻ അറിഞ്ഞു. ഈ കാണിക്കുന്നതെല്ലാം നല്ല സ്ത്രീകൾക്ക് ചേർന്നാലത് മോൾക്ക് പറഞ്ഞു കൊടുത്തേക്ക്. വിഷ്ണു. അമ്മേ, പറയട്ടെ, മതിയാവോളം പറയട്ടെ. എന്റെ മര്യാദ കൊണ്ടാടി ഞാൻ ഇങ്ങനെയെങ്കിലും സംസാരിക്കുന്നേ. എല്ലാം ഇന്നത്തോടെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. വിഷ്ണുട്ട, സത്യം എന്താണെന്ന് അറിയണം. അതറിയാതെ വിഷ്ണുവേട്ടൻ ഇവിടുന്ന് പോകാൻ പറ്റില്ല. ശാലി, ഭീഷണിയാണോടി? നീ എന്റെ മകനെ ഭീഷണിപ്പെടുത്തുവാണോന്നാ ഞാൻ ചോദിച്ചത്. ഞാനെല്ലാം കണ്ടു കേട്ടു. സത്യയുടെ അച്ഛൻ ആരാണെന്ന് ഞാൻ പലവട്ടം നിന്നോട് ചോദിച്ചു. അപ്പോഴൊന്നും നീ കൃത്യമായൊരു മറുപടി തരാതെ സത്യയുടെ അച്ഛന്റെ സ്ഥാനം എന്റെ മകന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുകയായിരുന്നു. എന്തിനായിരുന്നടി ഈ നാടകം? നീ IAS ട്രെയിനിങ് എന്ന് പറഞ്ഞു പോയത് ഇപ്പൊ അവതരിച്ചിരിക്കുന്ന പുതിയ ഭർത്താവിന്റെ കൂടെ കറങ്ങാനായിരുന്നു അല്ലടി? ഇനി നീ എന്റെ മകന്റെ പിന്നാലെ എങ്ങാനും വന്നാലുണ്ടല്ലോ, ഈ സത്യാമ്മ ആരാന്നും എന്താണെന്ന് നീ അറിയും. ദൈവമായിട്ടാ ഇപ്പോഴത്തെ നിന്റെ ഭർത്താവിനെ ഞങ്ങളുടെ കൺമുമ്പിൽ കൊണ്ടുവന്ന് കാണിച്ചത്.
ഇല്ലെങ്കിൽ പാവ ഇനി അവൻ ചതിക്കപ്പെട്ടാന്. എന്റെ സത്യമേ, നിങ്ങൾ സത്യം അറിയാതെ ഈ കിടന്ന് ഒച്ച വെക്കുന്നത്. ഇനി എന്തറിയാനാ? അറിഞ്ഞിടത്തോളൊക്കെ മതി. ശാരദാമ്മേ, നിങ്ങളുടെ കുടുംബക്കാരൊക്കെ ഇങ്ങനെയാണല്ലോ. നുണക്കഥകൾ കൊണ്ട് ജീവിതത്തെ വിലക്കെടുത്തവർ. എന്തു മഹാപരാധം ചെയ്താലും വാക്കുകൾ കൊണ്ട് അതിനെ മഹത്തരമാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞു വന്നാലും ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു. എന്റെ മകന് ഇനി ഇങ്ങനെ ഒരു ബന്ധം വേണ്ട. നടക്കട അങ്ങോട്ട്. ഇഷ്ടട്ടാ. മതി. ഇഷ്ടട്ടാ, പ്ലീസ്.